ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവരസ് മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയത്. സിറ്റിയിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ടായിരുന്നു അദ്ദേഹം ഈയൊരു ലാലിഗ ക്ലബിലേക്ക് പോയത്. അവിടെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. ആകെ 37 മത്സരങ്ങൾ കളിച്ച താരം 17 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഗംഭീര പ്രകടനം അവിടെ നടത്താൻ ഹൂലിയൻ ആൽവരസിന് കഴിയുന്നുണ്ട്. ഈ വിഷയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള ഒരിക്കൽ കൂടി പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഹൂലിയൻ ആൽവരസ് ക്ലബ്ബ് വിട്ടതിലെ ഉത്തരവാദി താനല്ല എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ കളിസമയം ലഭിക്കാനും അതുവഴി കൂടുതൽ ശ്രദ്ധ ലഭിക്കാനുമാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടതെന്നും ഇപ്പോൾ പെപ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹൂലിയൻ ക്ലബ്ബ് വിട്ടതിലെ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ക്ലബ്ബ് വിടാനുള്ള തീരുമാനം അദ്ദേഹം ആദ്യമേ എടുത്തിരുന്നു. എന്നാൽ എല്ലാ മിനിറ്റും അദ്ദേഹം കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് അതിന്റെ കാരണം. അത് കഴിഞ്ഞ വർഷം ഇവിടെ ലഭിച്ചിരുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകാൻ അദ്ദേഹം തന്നെയാണ് തീരുമാനിച്ചത്. അദ്ദേഹം മികച്ച രൂപത്തിൽ കളിക്കുന്നു എന്നതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഒരുപാട് നേട്ടങ്ങൾ നേടിത്തരാൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹം. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ചില സമയത്ത് കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ ഹൂലിയൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഹാലൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇത്തവണ ഒരുപാട് താരങ്ങൾ പരിക്കിന്റെ പിടിയിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടുതൽ അവസരം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഹാപ്പിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ലാലിഗയിൽ 24 മത്സരങ്ങളാണ് ഹൂലിയൻ ആൽവരസ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 7 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൂലിയന്റെ അഭാവം പലപ്പോഴും ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. കാരണം പല മത്സരങ്ങളിലും അവർ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. ഹൂലിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ പലപ്പോഴും ഒരു വ്യത്യസ്തമായ റിസൾട്ട് ലഭിച്ചേനെ എന്ന് വിശ്വസിക്കുന്ന ആരാധകർ നിരവധിയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.